ഹായ് എസ് എൽ ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലൊരു ഹാപ്പി ഹെൽത്തി റിലേഷൻഷിപ്പിന് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങളുടെ ഒരു ഹാപ്പി ആൻഡ് ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടുനോക്കുക. അതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്, ഒരു 4-5 പോയിന്റ്സ് കൂടി ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഹാപ്പി ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അതിപ്പോൾ ഒരു ലവ് റിലേഷൻഷിപ്പും മാരേജ് റിലേഷൻഷിപ്പും എല്ലാം വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രണയിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. മാരേജ് കഴിഞ്ഞ ആളുകളാണെന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ബൗണ്ടറീസ് ആണ്. അതായത് നിങ്ങൾക്കിടയിൽ നല്ല കൃത്യമായ ഒരു ബൗണ്ടറി നിങ്ങൾ രണ്ടുപേരും സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല അതിനെ നിങ്ങൾ രണ്ടുപേരും റെസ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ബൗണ്ടറി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കുറേ പേഴ്സണൽ കാര്യങ്ങളുണ്ടാവും, അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. സിമ്പിളായിട്ടുള്ളത് പറഞ്ഞു തരുന്നിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസിൽ നിൽക്കുമ്പോൾ അവരതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ അവരിങ്ങനെ എടുത്ത് ചാടി എന്തെങ്കിലും ചോദിക്കുകയോ അല്ലെങ്കിൽ അതിനിടയിൽ കയറി ഓരോന്ന് ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. മീൻസ് എപ്പോഴും റെസ്പെക്ട് ചെയ്യും എന്നുള്ളതാണ്. തിരിച്ചും നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും. അവരുടെ പേഴ്സണൽ സ്പേസിനെ, അവരുടെ ഫ്രീഡം എല്ലാത്തിനെയും നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായിരിക്കും. ഇത്തരത്തിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബൗണ്ടറി സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ആ ഒരു ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതൊരു ഹാപ്പി റിലേഷൻഷിപ്പിന്റെ ഒരു സൈൻ ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ഇനി രണ്ടാമത്തെ സൈൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മിക്ക റിലേഷൻഷിപ്പിൽ നമ്മൾ കാണാറുണ്ട്, സ്റ്റാർട്ടിംഗ് ഒക്കെ വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്രസീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ കുറഞ്ഞു വരും എന്നുള്ളതാണ്. അത് ഇഷ്ടക്കുറവ് കൊണ്ട് സംഭവിക്കുന്നതായിരിക്കില്ല. ചിലപ്പോൾ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും നമ്മുടെ സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയാതെ വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്നറിയോ, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കാൻ നമുക്ക് അവരോട് സ്നേഹം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ എനിക്ക് പ്രണയം വേണം അല്ലെങ്കിൽ എന്നെ പ്രണയിക്കുന്ന ഈ ലവ് എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് പകരമായിട്ട് എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളവർ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് അവർക്ക് കഴിയുണ്ടാവും. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പ്രണയം അവർക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. ഇത് പറയാതെ അറിയാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ചോദിക്കേണ്ടാവും. പറയാതെ അറിയുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് സ്നേഹമുണ്ട് എന്നുള്ളത് മറ്റ് പല കാര്യങ്ങളിലൂടെയും ആ ഒരു പേഴ്സൺ അറിയാനായിട്ട് പറ്റും. നിങ്ങളുടെ പെരുമാറ്റങ്ങളിലൂടെ അറിയാൻ പറ്റും, നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നതിലൂടെ അത് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും, നിങ്ങൾ മുന്നേ ചിലപ്പോൾ പറയുമായിരിക്കാം, അപ്പോൾ ഇനി അങ്ങോട്ട് അങ്ങനെ പറയുന്നില്ല എങ്കിൽ പോലും അവർക്കത് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. മനസ്സിലാക്കിയിട്ട് പെരുമാറാനായിട്ട് അവർ തയ്യാറാവുന്നുണ്ടാവും. തിരിച്ചും നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും. അവരിൽ ചെറിയ മാറ്റങ്ങൾ വരുന്ന സമയത്ത് അതിങ്ങനെ കുറ്റപ്പെടുത്തി ഇരിക്കുന്നതിന് പകരമായിട്ട് ആ മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും. നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞു പോയിട്ടില്ല, ഇപ്പോഴും ഇഷ്ടമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കും, അവർക്ക് ആ ഇഷ്ടം ഉണ്ടായിരിക്കും. സോ അവരിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും. തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു കറക്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നിങ്ങൾക്കിടയിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ അതൊരു നല്ല റിലേഷൻഷിപ്പിന്റെ ഒരു നല്ല സൈൻ തന്നെ ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി മൂന്നാമത്തെ സൈൻ എന്ന് പറയുമ്പോൾ, മിക്ക റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങൾ വരുന്നത് എങ്ങനെയാണെന്ന് അറിയോ, ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമൊക്കെ ആവും. അങ്ങനെ പ്രശ്നമാവുന്ന സമയത്ത് അതിനെ വലിയൊരു ഇഷ്യൂ ആക്കി എടുക്കില്ലേ, അതാണ് വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. അതിന് മുമ്പുണ്ടായിരുന്ന ഇപ്പൊ എന്ത് കാര്യം പറഞ്ഞിട്ടാണ് അവിടെ പ്രശ്നം ഉണ്ടായത്, അത് ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കാം. പക്ഷെ അതിന് ശേഷം ഉണ്ടാകുന്ന വഴക്കിലായിരിക്കും ഒരു വലിയ ഭൂകമ്പമൊക്കെ സംഭവിക്കാനായിട്ട് പോകുന്നുണ്ടാവുക. അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമായി, പിന്നെ അതിന്റെ പേരിൽ വഴക്കായി, എന്നെ അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞില്ല എന്നുള്ളത് വഴക്കാവും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ പിണങ്ങി കഴിഞ്ഞാൽ കുറേ ദിവസം മിണ്ടാതിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊരു നല്ല റിലേഷൻഷിപ്പ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. ഒരിക്കലും ഒരു നല്ല റിലേഷൻഷിപ്പ് അങ്ങനെ ആവില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കിടയിൽ തർക്കങ്ങളുണ്ടാവും, പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാവുന്നതല്ലേ. പക്ഷെ നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയോ, അതിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരമായിട്ട് അതിനെ വിട്ട് കളഞ്ഞേക്കുക. ഇപ്പൊ നമ്മൾ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പറയും, എനിക്കിതൊരു എനിക്കിതൊരു വിഷമമായിട്ടുണ്ട്, സോ ഈ ഒരു ക്യാരക്ടർ മാറ്റണം എന്നുള്ളത് നമ്മൾ ആ പ്രശ്നമാവുന്ന സമയത്ത് പറയുന്നുണ്ടാവും. അങ്ങനെ പ്രശ്നമാവുന്നുണ്ടെങ്കിൽ ആ വഴക്കിടുന്ന സമയത്തുള്ള കാര്യങ്ങൾ അത് അവിടെ കഴിഞ്ഞോട്ടെ, പിന്നെ നിങ്ങൾ അത് പറഞ്ഞുകൊണ്ടിരിക്കരുത് എന്നുള്ളതാണ്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് നിങ്ങൾ പഴയ ആളുകളായിരിക്കണം. നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല, നല്ല സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിക്കുന്ന ആളുകളായിട്ട് വേണം പിറ്റേ ദിവസം മുതൽ നിങ്ങൾ തുടങ്ങാനായിട്ട്. അതായത് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങളത് പറഞ്ഞ് സോൾവ് ചെയ്യാന്നുള്ളതാണ്. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞ് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും രാവിലെ എഴുന്നേക്കുന്ന സമയത്തൊന്നും നിങ്ങൾ ഒരിക്കലും ആ ദേഷ്യം കാണിക്കാൻ നിൽക്കരുത് എന്നുള്ളത് ഇത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പൊ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക. അങ്ങനെ കൊണ്ടുപോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം മറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി ഹാപ്പി റിലേഷൻഷിപ്പ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഇനി ഏറ്റവും ലാസ്റ്റ് ഒരു സൈൻ എന്ന് പറയുമ്പോൾ, നിങ്ങൾ രണ്ടുപേരും കമ്മിറ്റഡ് ആയിരിക്കും എന്നുള്ളത്. ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എന്തൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാലും, ഇനിയിപ്പോൾ എന്തൊക്കെ തലപോണ കേസായാലും ഞാൻ നിന്റെ വിട്ടു പോവില്ല എന്നുള്ള ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരിക്കും. അങ്ങനെ ഇപ്പൊ ചിലപ്പോൾ വീട്ടിൽ സമ്മതിച്ചില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വരികയാണ്, നമ്മൾക്കിടയിൽ തന്നെ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാം. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും എനിക്ക് നിന്നോടുള്ള സ്നേഹം പോവില്ല, നിനക്ക് തിരിച്ചും എന്നോട് സ്നേഹം ഉണ്ടായിരിക്കും. അതേപോലെ നമ്മുടെ ലൈഫ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകും, നമ്മളാണ് ഒരുമിച്ച്
ജീവിക്കേണ്ടത് എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ കുറേ പേരുണ്ടായിരിക്കും, ഫ്രണ്ട്സ്, ഫാമിലി, എല്ലാ ആളുകളും ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവും അവർക്ക് വരുന്നുണ്ടാവില്ല. അതേപോലെ തന്നെയാണ് തിരിച്ചും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഒരു കമ്മിറ്റ്മെന്റ് രണ്ടുപേരുടെ ഉള്ളിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് രണ്ടുപേരും മുന്നോട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന്റെ ഒരു സൈനായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കുക. അതിലൊരു 4-5 പോയിന്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ശരിക്കും ഒരു ഹാപ്പി ഹെൽത്തി റിലേഷൻഷിപ്പിൽ ആവശ്യമുള്ളത് എന്നുള്ളത്. നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാവും ഇതൊക്കെ വേണമെന്നുള്ളത്. എല്ലാം വേണമെന്ന് ഞാൻ പറയുന്നില്ല. പോരണ്ടൊക്കെ കുറഞ്ഞെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എങ്കിലും ബാക്കിയുള്ളതൊക്കെ ഉണ്ടായിരിക്കണം. അതായത് ബാക്കി പറഞ്ഞ എല്ലാ പോയിന്റ്സും നിർബന്ധമായിട്ടുണ്ടാവണം. ഇപ്പോൾ ചിലരെല്ലാം എങ്ങനെ വെച്ചപ്പോൾ ഞാനൊരു 5 പോയിന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 2 ഉണ്ടാവും, ബാക്കി 3 കുറവായിരിക്കും എന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോണ്ണമൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. മുഴുവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കും, അതായത് അടിപൊളി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. അതല്ല ഇപ്പോൾ ഒരെണ്ണമൊക്കെ കുറവാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ കൂടുതൽ പോയിന്റ്സും ഉണ്ടായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് നികത്തുക. നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കാം. നമ്മൾ അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാതിരിക്കില്ല. നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധം നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് കുറവുകൾ എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുറവുകളൊക്കെ നിങ്ങൾക്ക് നികത്താനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതേപോലെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറേ പ്രശ്നങ്ങളും കുറവുകളൊക്കെ ഉണ്ട്. ഒക്കെ മാറ്റാൻ ശ്രമിച്ചിട്ടും പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അപ്പോൾ എങ്ങനെയും എനിക്കൊന്ന് ഈ റിലേഷൻഷിപ്പ് ഓക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതായത് പ്രോബ്ലംസുമായിട്ട് ഇരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം ഒക്കെ സോൾവ് ആകണം. എൻ്റെ റിലേഷൻഷിപ്പ് ഇപ്പം എനിക്ക് കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആവണം, എന്നോട് അവർക്ക് ഒരുപാട് സ്നേഹം ഉണ്ടാവണം, എന്നോട് ഒരുപാട് അടുക്കണം, ഞാൻ അവരുടെ ജീവനായിട്ട് മാറണം. തിരിച്ചും എനിക്ക് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് എനിക്ക് ആവശ്യമുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെയൊക്കെയുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കൂടുക, അല്ലെങ്കിൽ എങ്ങനെ അവരോട് പെരുമാറണം, അവരുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങളിലേക്ക് അവർ പൂർണ്ണമായിട്ടും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം. നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടെന്ന് കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് എന്താണ് നിങ്ങളുടെ ആവശ്യം എന്നുള്ളത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ തുടർന്ന് എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായ പേഴ്സണൽ ഗൈഡൻസ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ സോൾവ് ആകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള ആ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.